ഇത് ഡൽഹി എയർപോർട്ടിൽ വെച്ചിട്ട് എടുത്ത ഫോട്ടോയാണ്. നമുക്ക് ലേ ഓവർ ഡൽഹി ആയിരുന്നു. ഫ്ലൈറ്റിൽ ഞാൻ മാളവിക നമ്മളൊക്കെ ഭയങ്കര സ്പ്ലിറ്റായിട്ടായിരുന്നു. അത് ലോങ് ഫ്ലൈറ്റ് ആയിരുന്നല്ലോ. പക്ഷേങ്കിൽ ഉറങ്ങിപ്പോയതുകൊണ്ട് പലപ്പോഴും ഒന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ്. നമ്മൾ ജോൺ എഫ് കെന്നഡി എയർപോർട്ടിലാണ് ചെന്നിറങ്ങിയത്. ഇത് പ്രസീത എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നേരം എടുത്തു നമ്മളെ പിക്ക് ചെയ്യാൻ ആൾ വരാനും. പിന്നെ നമ്മൾ ലോങ് ഐലൻഡിലായിരുന്നു സ്റ്റേ. അപ്പോൾ അവിടെ വരെ എത്താനും കുറേ ടൈം എടുത്തു. ഇത് ലോങ് ഐലൻഡിൽ നമ്മൾ സ്റ്റേ ചെയ്ത ഹാംപ്ടൺ എന്ന ഹോട്ടലാണ്. ചെന്ന് ഫസ്റ്റ് ഡേ ഒന്നും അത്ര തണുപ്പ് തോന്നിയില്ല. നമ്മൾ ചെന്നപ്പോൾ നമുക്ക് കേരള ഫുഡ് കിട്ടുമോ, മെയിൻലി ചോറ്, എല്ലാവർക്കും ചോറാണല്ലോ വേണ്ടത്, കിട്ടുമോ എന്നുള്ളത് ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷേ നമ്മൾ ചെന്ന അന്ന് തന്നെ നമുക്ക് അവിടെ കേരള റെസ്റ്റോറൻറ്റ്സ് നിറയെ ഉണ്ട് എന്നുള്ളതാണ്. ഈ മലയാളികൾ ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് പലരും ഇങ്ങനത്തെ ബിസിനസ്സുകൾ തുടങ്ങുന്നതുകൊണ്ട് തന്നെ കേരള ഫുഡ് കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടുന്ന നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറേ നേരം കറങ്ങി നമ്മൾ ഹാംപ്ടൺ ഇന്നൊക്കെ കണ്ടു, അതിന് ചുറ്റുവട്ടമൊക്കെ കണ്ടു. നമ്മുടെ ഹാംപ്ടണിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കാർവാന എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അപ്പോൾ നമ്മളെ സ്പോൺസർ പറഞ്ഞത് നമ്മൾ 1 ഡേ ബുക്ക് ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ കാർ കിട്ടും. അപ്പോൾ നമ്മുടെ കൂടെയുള്ള കോമഡിക്കാരൊക്കെ അത് കളിയാക്കി ഇറക്കി, കാർ വേണോ എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നേരെ ഞാൻ പറഞ്ഞ പോലെ ഫുഡ് കഴിക്കാൻ പോയി. ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന കേരള മീൽസ്, ബീഫ്, ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, അവിയൽ, പുളിശ്ശേരി എല്ലാം കൂടെ കൂട്ടി അവിടെ ചെന്ന് ചോറ് കഴിച്ചു. പിന്നെ റെസ്റ്റോറൻറ്റും കുറച്ച് ദൂരെയായിരുന്നു നമ്മുടെ ഹാംപ്ടണിൽ നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ ഇറങ്ങി. ടീമെല്ലാം കൂടെ കറങ്ങുന്നതാണ് കാണുന്നത്. ദേവാനന്ദേട്ടൻ എല്ലാവരും ഉണ്ട്. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ചെന്ന അന്ന് തന്നെ എല്ലാവരും ഉറങ്ങിപ്പോയി, ജെറ്റ് ലാഗൊക്കെ കൊണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ രാവിലെ 5:30 നടക്കാൻ ഇറങ്ങി. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു ആ സമയത്ത് സ്കൈ കാണാൻ. അപ്പോൾ മാളവികയും എൻ്റെ കൂടെ ഇറങ്ങി. ഞാനും മാളവിക ഒരു റൂമിലായിരുന്നു. അതുകൊണ്ട് തന്നെ മാളവിക എൻ്റെ കൂടെ ചാടി ഇറങ്ങി, ഞാനും വരുന്നു ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ രാവിലെ ഇറങ്ങി. ഗുഡ് മോർണിംഗ്, വി ആർ ഓഫ് ഫോർ എ വാക്ക്. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങ് ഇറങ്ങി. ഞാനാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു വ്ളോഗ് ആക്കാം എന്നുള്ള രീതിയിൽ കുറേ സംസാരിച്ച് വീഡിയോസ് എടുക്കുകയൊക്കെ ചെയ്തു. ഞാൻ അത് വ്ളോഗാക്കിയൊന്നും ഇട്ടില്ല. ഞാൻ അമേരിക്കൻ സീരീസ് ഒന്നും തന്നെ വ്ളോഗാക്കിയിട്ടില്ല. ഞാൻ അവിടെ ചെന്ന് ഡെയിലി വ്ളോഗ് ഇടണം എന്നുള്ള പ്ലാനിലേക്കാണ് പോയത്. മെയിനായിട്ടും വ്ളോഗ് ഇടാൻ പറ്റാഞ്ഞത് നമ്മുടെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മളെപ്പോഴും സറൗണ്ടഡ് വിത്ത് പീപ്പിളായിരിക്കും. അപ്പോൾ ഇതെല്ലാം ടു ആൻ എക്സ്റ്റെൻറ്റ് സ്ട്രേഞ്ചേഴ്സ് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ഇവൻറ്റിന് വേണ്ടി ജോയിൻ ചെയ്തിരിക്കുന്നു എന്നല്ലേ ഉള്ളൂ. പലർക്കും വീഡിയോസ് എടുക്കുന്നത് കംഫർട്ടല്ല. ഇതെല്ലാം ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവർക്ക് അവരുടെ പ്രൈവസി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ മാനിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീഡിയോസ് എടുക്കുന്നത് അങ്ങ് കുറച്ചു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഞാൻ യൂട്യൂബ് ഒന്ന് ആക്റ്റീവ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഹെസിറ്റേറ്റഡ് ആയിട്ട് അതങ്ങ് പുറകോട്ട് വലിഞ്ഞു. അത് മറ്റാരുടെയും കുറ്റമല്ല. നമുക്കെല്ലാം നമ്മുടെ പ്രൈവസി ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്കിഷ്ടമാകില്ല എപ്പോഴും എൻ്റെ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്ന. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ വീഡിയോസ് എടുക്കുന്നത് നിർത്തിയത്. ഇവിടെ ഹോൾ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. എന്താണെന്നറിയില്ല, എന്നും അതിൻ്റെ ഫ്രണ്ട് വരെയൊക്കെ പോയി മുൻ കൗണ്ടറിലൊക്കെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കണ്ടിട്ടു. അതിൻ്റെ ബാക്കിലോട്ട് കുറേ ഉണ്ടായിരുന്നു. അത് കയറി കാണാനോ ഒന്നും പറ്റിയില്ല. അവിടെ 1.5 മാസം താമസിച്ചിട്ടും എന്നുള്ളതാണത്. അങ്ങനെ പറ്റിപ്പോയി. പക്ഷേ തൊട്ടടുത്ത് ലേഡീസ് ഷോപ്സൊക്കെ നിറയെ ഉണ്ടായിരുന്നു, ബ്യൂട്ടി പ്രോഡക്ട്സ് എല്ലാം കിട്ടുന്നത്. അവിടെ പോകുമ്പോൾ അല്ലറ ചില്ലറ ഷോപ്പിംഗ് നടത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ രാവിലെ നടക്കാനിറങ്ങി. ഞാൻ ആ ഏരിയയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് അതുപോലെ അന്ന് തിരിച്ചു വന്നു. നമുക്ക് അന്ന് ഒരു റിഹേഴ്സൽ ഡേ ആയിരുന്നു. നമുക്കൊരു 2-3 ദിവസം അവിടെ ചെന്നിട്ട് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. റിഹേഴ്സൽ ഇവിടെ വെച്ചിട്ടല്ല, നമുക്ക് അവിടുന്ന് കുറച്ച് ട്രാവൽ ചെയ്തിട്ട് ഒരു ചേർച്ചിൻ്റെ ഹാളിൽ വെച്ചിട്ട് റൺ ത്രൂ പോലെ നമുക്ക് ഫുൾ സ്റ്റേജ് ലൈവ് നമ്മൾ എങ്ങനെ ചെയ്യുമോ അത് തന്നെ നമുക്ക് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. വേഫേഴ്സ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചിരുന്നത് ശ്വേത ചേച്ചിയാണ്. ചേച്ചി വേഫേഴ്സ് ആകുമ്പോൾ കുറച്ച് പ്രൗഡാകുന്നു. ആൾക്കാരൊക്കെ ബിജുചേട്ടന്റെ കുക്കിംഗ് ഷോ യൂട്യൂബിൽ എടുത്തിട്ട് നോക്കൂ. നമ്മളിത് ടാഗ് ചെയ്യുമ്പോൾ നമ്മൾക്ക് സ്പെഷ്യൽ ക്രെഡിറ്റ്സ് വേണത്തോളൂ. കണ്ടാ പക്ഷെ അന്വേഷണം വരും, ഞങ്ങളല്ലേ ഇടുന്നേ. ഇനിയാണ് പരിപാടി. കുറച്ച് ടോപ്പ് അപ്സ്, കുറച്ചൊരു കാലോറി കൂടി ടോപ്പ് അപ്സ്. എനിക്ക് അതേ കിട്ടുള്ളൂ. കാലോറി അധികം കൂട്ടുണ്ടാവും. അല്ല, ഇത് രണ്ടുപേർക്ക്, ഒരാൾക്ക് ഒന്ന്, അഞ്ജലിക്ക് ഒന്ന്. എന്റെ ഫ്രണ്ട് ബിച്ചനെ കാണാൻ നല്ല രസമുണ്ട്. ബിച്ചടം പൊള്ളിയല്ലേ? എന്താ അടിപൊളി ചിരിയാ ബിച്ചടം. ബിച്ചട ഒരു കാതിൽ പോകുന്നു, ഒരു കാതിൽ അടുത്താളത്തിലോ. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. എവിടെ ഞാൻ നമ്മളെ ഈ കുക്കിംഗ് വീഡിയോ എടുക്കായിരുന്നു.
വാഫിള് ചേട്ടാ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇതാക്കാൻ വേണ്ടി ഞാൻ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഓൾസോ ഡിവൈഡിങ് ദിസ് ഇൻടു ലെഗ്സ്. ഓക്കെ, ഇങ്ങനെ ചെയ്ത ശേഷം കൂടുതൽ ഷുഗറി ആക്കാതിരിക്കാൻ വേണ്ടി ഓൾറെഡി ലാസ്റ്റ് ചോദിക്കും സെയിം ടീമിൻ്റെ കൂടെ ബിജേട്ടൻ വന്നിട്ടുള്ളത്. അപ്പോൾ ബിജേട്ടൻ താമസിച്ചിട്ടുള്ള ഹോട്ടലാണ്. അപ്പോൾ ബിജേട്ടൻ അറിയാം കൃത്യമായിട്ട് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ബിജേട്ടൻ എന്തൊക്കെ ചെയ്താൽ ഈ വാഫിൾ ടേസ്റ്റുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഫസ്റ്റ് ഡേ തന്നെ ലെക്ചർ തരാണ്. പക്ഷേ ഞങ്ങൾ ഒരു ദിവസം പോലും ഇതൊന്നും ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. എന്നും എഗ് സ്ക്രാമ്പിളും ബ്രെഡും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ മാളവികയൊക്കെ പോയത്. ബിജേട്ടൻ മാത്രമേ ഉള്ളൂ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വാഫിളൊക്കെ ഉണ്ടാക്കി ഡെക്കറേറ്റീവായിട്ട് കഴിച്ചത്. Thank you so much, Cheta. Thank you, visitor. Thank you so much for the breakfast. With you, the chef. Thank you. Yeah. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോവുകയാണ്. റെഡിയായി ഉടനെ തന്നെ ഇറങ്ങണം. അതിനിടയ്ക്ക് ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങി. നമ്മുടെ ഹോട്ടലിൻ്റെ സൈഡിൽ റോഡ് വ്യൂ ഉള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഞാൻ ആ സൈഡിലോട്ടൊക്കെ ഒന്ന് കാണാനായിട്ടൊക്കെ ഒന്ന് ഇറങ്ങി. തന്നെയാണ് ഇറങ്ങിയത്. എന്നിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ നടന്നിട്ട് തിരിച്ചു പോയി റെഡിയായി വീണ്ടും പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലെ പോലെയുള്ള ചെടികളൊക്കെ നോക്കി വീഡിയോ ഒക്കെ എടുക്കുകയാണ്. എപ്പോഴും തണുപ്പായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും എപ്പോഴും നിറയെ ചെടികൾ കാണാം. കൂടുതലും ചെടികൾ എപ്പോഴും പൂത്ത് നിൽക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരും റെഡിയായി ഇറങ്ങി വന്നു. അപ്പോൾ ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള പാട്ടുകാരിയാണ് അനാമിക. പിന്നെ പ്രിയങ്ക എല്ലാവർക്കും അറിയാമല്ലോ. അവരോട് രണ്ടുപേരോട് ഞാൻ ചോദിക്കുകയാണ് പ്രോഗ്രാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. പ്രിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയ അങ്ങനെ വാതോരാതെ സംസാരിച്ച് പറയുന്ന കൂട്ടത്തിലാണ്. ഞാൻ പിന്നെ അതെല്ലാം അങ്ങ് മ്യൂട്ട് ചെയ്ത് ഞാൻ തന്നെ വോയിസ് ഓവർ കൊടുത്തു. അതിനെല്ലാം നമ്മൾ ഒത്തിരി തരം ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഷോ ആണെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി പാട്ടുകാരുണ്ട്. പിന്നെ പാട്ടിൽ തന്നെ പ്രസീതയുണ്ട്, അനാമികയുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടെല്ലാം വാതോരാതെ പ്രിയങ്ക പറയുകയാണ്. പ്രിയങ്ക സ്കിറ്റിലുണ്ടായിരുന്നു, പ്രിയങ്ക പാട്ട് പാടി, ഡാൻസ് ഉണ്ടായിരുന്നു, പ്രിയങ്ക അങ്ങനെ എല്ലാം ചെയ്തു. അപ്പം നമ്മളങ്ങനെ 2-3 വാനിലായിട്ട് നമ്മുടെ റിഹേഴ്സൽ നടക്കുന്ന സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്നും ഇങ്ങനെ തന്നെയാണ് പോയത്. നമ്മൾ രാവിലെ അവിടെ ചെല്ലും ഒരു 10 ആകുമ്പോൾ. നമുക്കൊരു വൈകിട്ട് 7-8 വരെ അവിടെ തന്നെ റിഹേഴ്സലായിരിക്കും. ഉച്ചയ്ക്ക് ലഞ്ച് കേരള റെസ്റ്റോറൻറ്റ് എവിടെന്നെങ്കിലും നമുക്ക് കൊണ്ടുവരും, നമ്മൾ അവിടെ നിന്ന് കഴിക്കും. അങ്ങനെയായിരുന്നു. നമുക്ക് ഈ ഒരു വാൻ ജേർണി കൂടാതെ തന്നെ കണ്ടമാനം ബസ് ജേർണി ഉണ്ടായിരുന്നു. US മൊത്തം നമ്മൾ ഫ്ലോറിഡയിൽ നിന്ന് ടെനസി, നമ്മളിതെല്ലാം ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. യാത്രയൊക്കെ ഭയങ്കര രസമായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലോർ. ഇവിടെയാണ് നമ്മൾ നമ്മുടെ റിഹേഴ്സൽ റൺ ത്രൂ പ്രാക്ടീസ് ചെയ്തത്. ഇത് 2-3 ഫ്ലോറുണ്ട്, കീഴെയായിട്ടും ഇവിടെ ആയിട്ടും ഒക്കെ. അതെല്ലാം കഴിഞ്ഞ് ഫൈനൽ റൺ ത്രൂ നമ്മളിപ്പോൾ ഈ കാണുന്ന മെയിൻ സ്റ്റേജിൽ തന്നെയാണ് ചെയ്തത്. നമ്മൾ 3 ദിവസം അവിടെ കണ്ടിന്യൂസ് പ്രാക്ടീസായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. ഈ 3 ദിവസം നമ്മുടെ ഈ പ്രാക്ടീസൊക്കെ ഭയങ്കര രസമായിരുന്നു. തണുക്കുന്നുണ്ടോ? എല്ലാവരും ഓരോരോ സൈഡിൽ നിന്ന് വീഡിയോസ് എടുക്കുന്നുണ്ട്. ചിലരൊക്കെ യൂട്യൂബ് ഇടാനാണെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ നമ്മളാരും ഇട്ടൊന്നുമില്ല, എങ്കിലും എല്ലാവരും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.